ഹലോ, നമുക്കിന്ന് അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജ് കുറുമ റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള, 2 പച്ചമുളക്, ഹോൾ സ്പൈസസ്, വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസും ഒരു ബൗള് പൊട്ടറ്റോയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗള് തേങ്ങ, കുറച്ച് പെരുംജീരകം, ഒരു 10-12 കാഷ്യൂനട്ടും 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കുക്കർ ചൂടാക്കി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടി വന്ന സവാളയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട്. 2 വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മിക്സ് ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ 2 വിസിൽ കേട്ടിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ അരപ്പിൽ പെരുംജീരകം ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ല ഫ്ലേവർ തരുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവരും അത് അരപ്പ് തയ്യാറാക്കുമ്പോൾ പെരുംജീരകം ആഡ് ചെയ്യാൻ മറക്കരുതേ. നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്തിടാം കേട്ടോ. നമ്മുടെ ടേസ്റ്റി കുറുമക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.